തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ദുർഗ്രഹ വചനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 6 വചനങ്ങളാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 9-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുക, അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. രണ്ടാമത് നമ്മൾ കാണുക ലൂക്ക എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. മൂന്നാമത് നമ്മൾ കാണുക ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ തന്നെ 26-ാമത്തെ വചനമാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ, കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. നമ്മൾ 4-മത് കാണുക ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വചനം. അവിടെ നമ്മൾ കാണുന്നത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ. ലൂക്ക എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 8-ാമത്തെ വചനമാണ് 5-മതായിട്ട് നമ്മൾ കാണുക. യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. അവസാനമായിട്ട് നമ്മൾ കാണുക ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വചനം. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്ത് കാണുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. ഈ 6 വചനങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനമാണ് ഇപ്പോൾ നമ്മൾ കാണാനായിട്ട് പരിശ്രമിക്കുക. ലൂക്ക എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിലാണ്, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുക, അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും എന്ന് പറയുന്ന ലൂക്കായുടെ സുവിശേഷത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വചനം കാണുക. അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ ഈശോ പറയുമ്പോഴാണ് ഇത് പറയുക. ലൂക്ക മാത്രമാണ് ഈ കാര്യസ്ഥൻ്റെ ഉപമ നമ്മളോട് പറയുന്നത്. ധാരാളം തെറ്റിദ്ധാരണകൾക്ക് ഇടവന്നിട്ടുള്ള ഒരു ഉപമയാണിത്. ഒരു ധനവാന്റെ കാര്യസ്ഥൻ അയാളുടെ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു. ഇത് യജമാനൻ അറിഞ്ഞു. അയാളിൽ നിന്ന് കാര്യസ്ഥത എടുത്തു കളയാൻ യജമാനൻ തീരുമാനിച്ചു. യജമാനൻ കാര്യസ്ഥത എടുത്തു കളയുമ്പോൾ ആളുകൾ തന്നെ അവരുടെ ഭവനങ്ങളിൽ സ്വീകരിക്കേണ്ടതിന് കൗശലപൂർവം എന്തു ചെയ്യണമെന്ന് ആ കാര്യസ്ഥൻ തീരുമാനിക്കുന്നു. അതിന് കടം വാങ്ങിയവരെ വിളിച്ച് അവർക്ക് അത് ഇളച്ചു കൊടുക്കുന്നു. ഇവിടെയാണ് ഈശോ പറയുക, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുക, അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ലൂക്ക എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 9-ാമത്തെ വചനം. ഈ ഉപമയിൽ 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ ആ കഥ അതുപോലെ നമ്മൾ കാണുന്നു. 9 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണെന്നുള്ളതാണ് നമ്മൾ കാണുക. ഈശോയുടെ കാലത്ത് പലസ്തീന ഒരു പ്രധാനമായിട്ടും കൃഷിയുടെ സ്ഥലമായിരുന്നു. ആ കൃഷിയിടങ്ങളിലെ കച്ചവടക്കാരായിരിക്കാം ഒരുപക്ഷെ ഈ ഉപമയിൽ പറയുന്ന കടക്കാർ. പണം കടം കൊടുത്തവരിൽ നിന്ന് പലിശ ചുമത്തി പണം സമ്പാദിക്കുന്ന കാര്യസ്ഥന്മാരാണ് നമ്മൾ ഈ ഉപമയിൽ കാണുന്നതിലെ കാര്യസ്ഥൻ. യഹൂദരുടെ ഇടയിൽ ധാരാളം ധനികരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. അവർക്ക് നേരിട്ട് തങ്ങളുടെ സ്വത്തുക്കളുടെ എല്ലാം മേൽനോട്ടം വഹിക്കുക പ്രയാസമായിരുന്നു. സാധാരണയായി ഈ ധനികർ കാര്യസ്ഥന്മാരെ ഈ സ്വത്തുക്കളുടെ മേൽനോട്ടം ഏൽപ്പിച്ചിരുന്നു. സ്ഥലം പാട്ടത്തിന് കൊടുക്കുന്നതും ജോലിക്കാരെ നിയമിക്കുന്നതും
കൂലി കൊടുക്കുന്നതും യജമാനന്റെ പണം പലിശയ്ക്ക് കൊടുക്കുന്നതും എല്ലാം കാര്യസ്ഥന്മാരായിരുന്നു. എല്ലാ പണ ഇടപാടുകളും കാര്യസ്ഥന്മാരാണ് ചെയ്തിരുന്നത്. ഇടപാടുകളുടെ എല്ലാം ഇടനിലക്കാരായിരുന്നു ഈ കാര്യസ്ഥർ. ഈ കാര്യസ്ഥനെ കുറിച്ചുള്ള ഉപമയിൽ ഇവരാരാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ നിയമാവർത്തന പുസ്തകത്തിൽ 15 അധ്യായം 7-ാം വചനത്തിലും പുറപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 25-ാമത്തെ വചനത്തിലും ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 36, 37 വചനങ്ങളിലുമെല്ലാം നമ്മൾ കാണുന്നുണ്ട് യഹൂദ നിയമത്തിൽ പണം കടം കൊടുത്ത് പലിശ വാങ്ങുന്നതിനെ ഒരു അന്യായമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എങ്കിലും പലരും ഈ അനീതി പ്രവർത്തിച്ചിരുന്നതായിട്ടും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ കാണുന്നുണ്ട്. സുഭാഷിതങ്ങൾ 28:8 ഇത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ രീതി അനുസരിച്ച് യജമാനൻ അവരുടെ സേവകർക്ക് ശമ്പളം കൊടുക്കാറില്ല. പകരം ഇടപാടുകാരിൽ നിന്ന് കിട്ടുന്ന പലിശ അയാൾക്ക് എടുക്കാമായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ പണം ലഭിക്കാൻ കൂടുതൽ പലിശ ഈ യജമാനന്മാര് ഈടാക്കിയിരുന്നത്. അതിനെയൊക്കെ പലപ്പോഴും അധാർമിക പ്രവൃത്തിയായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. യജമാനൻ എപ്പോഴും ഒരു നിശ്ചിത സംഖ്യയാണ് അവർ കൊടുത്തിരുന്നത്. ഈ ഉപമയിൽ യജമാനന് കൊടുക്കാനുള്ളത് കാര്യസ്ഥൻ കൊടുത്തില്ല, അതിൽ വീഴ്ച വരുത്തി. കീഴിലുള്ള ജോലിക്കാരോട് ക്രൂരമായി പെരുമാറി. ഇത് യജമാനൻ അറിഞ്ഞു. കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെയാണ് ഈ ഉപമയിൽ നമ്മൾ കാണുന്നത്. കാര്യസ്ഥൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിവേകപൂർവം തൻ്റെ ജീവിതം ഭദ്രമാക്കാൻ പ്രവർത്തിച്ചതുപോലെ ക്രിസ്തു ശിഷ്യർ വിവേകപൂർവം പ്രവർത്തിക്കണമെന്നാണ് ഉപമയിൽ ഈശോ നമ്മളോട് പറയുക. കാര്യസ്ഥൻ വിവേകപൂർവം ചെയ്ത കാര്യത്തിന് ധാർമ്മിക മാനങ്ങളൊന്നും ഉപമയിൽ കാര്യമായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതാണ് ഇവിടുത്തെ നമ്മളുടെ ഒരു പ്രധാന പ്രശ്നം. അതുകൊണ്ട് ഒന്നാമത്തെ പ്രശ്നം, എന്തുകൊണ്ടാണ് അനീതി പ്രവർത്തിച്ചിട്ടും ഈ കാര്യസ്ഥൻ പ്രശംസിക്കപ്പെട്ടത്? അയാളുടെ പ്രവൃത്തി അനുകരിക്കാൻ യേശു ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? എന്താണ് യഥാർത്ഥത്തിൽ ഈ കാര്യസ്ഥൻ ചെയ്ത കുറ്റം? ഈ കാര്യങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 1-ാമത്തെ വചനത്തിലെ ഈ ഉപമ ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക. അവിടെ കടപത്രം തിരുത്തി എഴുതിയതല്ല, മറിച്ച് സ്വത്ത് ദുർവ്യയം ചെയ്തതിനാണ് യജമാനൻ കണക്ക് ബോധിപ്പിക്കാൻ കാര്യസ്ഥനോട് പറയുന്നത്. യജമാനൻ ഇയാളെ പിരിച്ചുവിടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അയാൾ തീരുമാനിച്ചു. ഭാവി അപകടത്തിലാകും എന്ന് തോന്നിയപ്പോഴാണ് ഈ കാര്യസ്ഥൻ കടപ്പത്രത്തെ തിരുത്തി എഴുതുക. പലിശയായി ലഭിക്കുന്ന തുക കാര്യസ്ഥന് സ്വന്തമായിട്ടുള്ളതാണ്. തനിക്ക് ലഭിക്കാനുള്ള തുകയാണ് യഥാർത്ഥത്തിൽ കാര്യസ്ഥൻ ഇളച്ചു കൊടുക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ കടം ഇളച്ചു കൊടുക്കുക ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. യജമാനന്റെ പണത്തിന് യാതൊരു കുറവും വരുന്നില്ല. കടക്കാരുടെ പ്രീതി സമ്പാദിക്കാൻ സ്വന്തം പണം ഉപേക്ഷിക്കാൻ മാത്രം വിവേകം കാണിച്ചു എന്നതാണ് ഈ കാര്യസ്ഥൻ്റെ പ്രത്യേകത. സ്വർഗഭാഗ്യം നേടാൻ പ്രകാശത്തിൻ്റെ മക്കൾ തങ്ങളുടെ ലൗകിക സമ്പത്ത് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഉപമയാണിത്. ഈ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ പുത്രന്മാർ എന്നും വെളിച്ചത്തിൻ്റെ പുത്രന്മാർ, ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. തിന്മയുടെയും അനീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നവർ ഈ ലോകത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ അരൂപി സ്വന്തമാക്കിയിട്ടുള്ളവർ പ്രകാശത്തിൻ്റെ മക്കളാണ്. ഈ ദൈവത്തിൻ്റെ അരൂപി സ്വന്തമാക്കിയിട്ടുള്ള പ്രകാശത്തിൻ്റെ മക്കളാണ് ഈ ലോകത്തിൽ സ്നേഹവും കാരുണ്യവും സമാധാനവും ഒക്കെ നൽകേണ്ടവർ. അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കുവിൻ. അത് നിങ്ങളെ കൈവിടുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. പണത്തെ പൂർണ്ണമായി ആശ്രയിക്കാൻ പാടില്ല. സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് സമ്പത്ത് പ്രതിഷ്ഠിക്കുന്നത് തിന്മയാണ്. ഈ ഉപമയ്ക്ക് തൊട്ട് ശേഷം നമ്മൾ കാണുക ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ ഈശോ പറയുന്നതാണ്. വരാനുള്ള ജീവിതത്തിന് വേണ്ടി സമ്പത്ത് നേടാനുള്ള ആഹ്വാനമാണ് ഈ രണ്ട് ഉപമകളിലും നമുക്ക് കാണാൻ കഴിയുക. കാര്യസ്ഥൻ തൻ്റെ അധാർമിക സമ്പത്ത് കൊണ്ട് ഭാവി സുരക്ഷിതമാക്കി. അതുപോലെ ക്രിസ്തു ശിഷ്യരും തനിക്കുള്ളതെല്ലാം പങ്കുവച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത സ്വന്തമാക്കണം. അധാർമിക സമ്പത്ത് നേടണം എന്നല്ല, മറിച്ച് സ്വർഗീയ ഭാഗ്യം നേടാൻ പരിശ്രമിക്കണം
എന്നാണ് ഈ ഉപമ നമുക്ക് നൽകുന്ന ആഹ്വാനം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നശിച്ചു പോകാത്ത ധനം സമ്പാദിക്കാനാണ് ശിഷ്യന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉപമയിലെ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, സ്വർഗീയ ഭാഗ്യം നേടാനുള്ള തീവ്രമായ പരിശ്രമം ശിഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന വചനം ലൂക്കയുടെ സുവിശേഷത്തിൽ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു വചനമാണ് 16-ാം അധ്യായം 16-ാമത്തെ വചനം. അവിടെ ഈശോ ഇങ്ങനെയാണ് പറയുക, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? എല്ലാവരും ബലം പ്രയോഗിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. സ്നാപക യോഹന്നാന്റെ നാൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ഇതിനോട് സമാനമായിട്ടുള്ള ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ തടവിലാക്കപ്പെട്ട യോഹന്നാൻ യേശു മിശിഹായാണെന്ന് സ്ഥിരീകരിക്കാൻ ചില അനുയായികളെ ഈശോയുടെ അടുത്തേക്ക് അയച്ചു. യോഹന്നാന്റെ ദൗത്യത്തെക്കുറിച്ച് ഈശോയോട് അഭിപ്രായം പറയുന്നു. ഈശോ തന്നെ പറയുക, യോഹന്നാൻ ചെയ്യുന്ന പ്രവൃത്തി വളരെ ബഹുമാനമർഹിക്കുന്നതാണ് എന്നുള്ളതാണ്. തനിക്ക് മുമ്പുണ്ടായിരുന്ന ഏതൊരു പ്രവാചകനേക്കാളും വലിയവനായിട്ടാണ് യോഹന്നാനെ ഇവിടെ ഈശോ പ്രഖ്യാപിക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ ആളാണ് സ്നാപക യോഹന്നാൻ. അതേസമയം സ്നാപക യോഹന്നാൻ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ യുഗത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രവാചകനും കൂടിയാണ്. പഴയ നിയമ കാലഘട്ടം സ്നാപക യോഹന്നാനോടെ അവസാനിക്കുകയും യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ പുതിയ ഘട്ടം ആരംഭിക്കുകയും ചെയ്തു. ദൈവരാജ്യത്തിൻ്റെ ആഗമനം പ്രഖ്യാപിച്ച യോഹന്നാൻ്റെ ജീവിതം പെട്ടെന്ന് തന്നെ ലൗകിക ശക്തികളുടെ ബലപ്രയോഗത്താൽ അവസാനിച്ചു. യേശുവാകട്ടെ ഗലീലയിൽ ദൈവരാജ്യ സമാഗതമായിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടുകൂടി മുന്നേറി. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം ഇതാണ്. എന്നാൽ എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുക? യോഹന്നാൻ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് കാണാം. അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെയും ധനവാന്റെയും ലാസറിൻ്റെയും ഉപമകൾക്കിടയിലാണ് നമ്മൾ ഈ പ്രബോധനം കാണുക. സ്വർഗരാജ്യ പ്രവേശനം ശ്രമകരമായ ഒരു ഉദ്യമമാണ് എന്നാണിത് സൂചിപ്പിക്കുക. അതിന് ബലപ്രയോഗം ആവശ്യമാണ്. അത് ശാരീരികമായ ബലമല്ല. പിന്നെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക? ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പുതിയ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുന്നതിനുള്ള സാധാരണക്കാരുടെ തീഷ്ണതയും ഉത്സാഹവുമൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ നേരിടുന്ന പീഡനത്തിൻ്റെ കാഠിന്യത്തെ, അതായത് ദൈവരാജ്യത്തെ പ്രതിയുള്ള പീഡനം ഇത് സൂചിപ്പിക്കുന്നു. ദൈവരാജ്യം പ്രസംഗിക്കപ്പെട്ടപ്പോൾ എളിമയുള്ള മനുഷ്യർ അവാച്യമായ ആത്മാർത്ഥതയോടെ അത് സ്വീകരിച്ചു. എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 14-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും കുരുടരെയും വികലാംഗരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. വിരുന്നിൻ്റെ ഉപമയിൽ ദൈവരാജ്യം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ളതാണ്. ഫരിസേയരും നിയമജ്ഞരും യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 7-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം വചനത്തിൽ പറയുന്നു, ഹെറോദ് അന്തിപ്പാസിന്റെ കാലത്താണ് സ്നാപക യോഹന്നാൻ കൊല്ലപ്പെട്ടത്. അപ്പോൾ തന്നെ ചില ഫരിസേയർ വന്ന് അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോകുക, ഹെറോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്,
ഹെറോദസ് പക്ഷക്കാരായ ഫരിസേയർ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെയും പണക്കൊതിയരായ ഫരിസേയർ ഈശോ പറയുന്നതെല്ലാം കേട്ടപ്പോൾ ഈശോയെ പുച്ഛിച്ചു എന്ന് ഈ 16 അധ്യായത്തിൻ്റെ 14 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാകാം ഈശോ ഇങ്ങനെയൊരു വചനം പറയുക. കാരണം ഫരിസേയരുടെ നിയമത്തോടുള്ള വിശ്വസ്തത വലുതാണ്. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് എന്ന് 16 അധ്യായം 17 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹെറോദസ് പക്ഷക്കാരായ ഫരിസേയർക്ക് യോഹന്നാനോട് അമർഷമുണ്ടായിരുന്നു. കാരണം ഹെറോദസിൻ്റെ ഹെറോദിയായുമായുള്ള വിവാഹം ഇദ്ദേഹം വിമർശിച്ചു. അത് നമ്മൾ 3 അധ്യായം 19 വചനത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുക, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. 16 അധ്യായം 15 വചനത്തിൽ നമ്മൾ കാണുന്നതാണ്. 16 അധ്യായം 18 വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന്. യഹൂദ നിയമത്തിൽ വിവാഹമോചനവും പുനർവിവാഹവുമൊക്കെ നിയമാവർത്തന പുസ്തകം 24 അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നതനുസരിച്ച് അനുവദനീയമാണ്. നിയമം പാലിക്കാത്തവനായാണ് യേശുവിനെ ഫരിസേയർ കണക്കാക്കിയിരുന്നത്. ദൈവരാജ്യം എന്ന ആശയം യഹൂദർ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു. റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച യഹൂദരുടെ ഇടയിൽ തന്നെയുള്ള തീവ്രവാദികളെയാണ് ബലവാന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില ബൈബിൾ പണ്ഡിതർ പറയാറുണ്ട്. കാരണം റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ രാജ്യം അല്ലെങ്കിൽ ഭരണം പുനഃസ്ഥാപിക്കാൻ ഒരു രക്ഷകൻ വരുമെന്ന് യഹൂദ ജനത വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് അവരുടെ ഇടയിൽ റോമാക്കാരിൽ നിന്ന് അവരെ രക്ഷിക്കാൻ തീവ്രവാദികൾ ഉണ്ടായത്. എന്നാൽ അവർ കരുതിയതുപോലുള്ള ഒരു രക്ഷകനായിരുന്നില്ല യേശു. മക്കമായരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് യൂദാസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭമൊക്കെ നടക്കുക. അവരുടെ കാഴ്ചപ്പാടിൽ ദൈവരാജ്യം ബലപ്രയോഗത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. എന്നാൽ യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യം ആത്മീയ ശക്തി ഉപയോഗിച്ച് നേടിയെടുക്കേണ്ടതാണ്. ബലപ്രയോഗം എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ബിയാസോ എന്ന് പറയുന്ന ഒരു വാക്കാണ്. അതിന് ബലപ്രയോഗം എന്ന് നമ്മൾ പറയുന്ന ഒരൊറ്റ അർത്ഥം മാത്രമല്ല ഉള്ളത്, നിരവധി അർത്ഥതലങ്ങളുണ്ട് അതിന്. ഒന്നാമതായിട്ടത് അക്രമം ഉപയോഗിക്കുക അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെ ഒരർത്ഥം. മറ്റൊന്ന് ബലപ്രയോഗത്തിലൂടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നൊരർത്ഥം. മറ്റൊന്ന് ഉത്സാഹത്തോടെ തീഷ്ണതയോടെ ഒരു ലക്ഷ്യത്തെ പിന്തുടരുക, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക എന്നൊരർത്ഥമുണ്ട്. ഈ ബലപ്രയോഗത്തിലൂടെ ദൈവരാജ്യം നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അവസാനമായി കണ്ട ഈ ഒരു അർത്ഥതലമായിരിക്കാം കുറച്ചുകൂടി ഇവിടെ ആപ്റ്റായിട്ടുള്ളത്. വളരെ ഉത്സാഹത്തോടെ തീഷ്ണതയോടെ കഠിനമായ പരിശ്രമത്തോടെ ആത്മീയ ശക്തി സമ്പാദിച്ച് ദൈവരാജ്യം നേടിയെടുക്കുക എന്നൊരു അർത്ഥമാണ് ഇതിനുള്ളത്. നിരന്തരമായ പ്രേരണയിലൂടെ അനുതാപത്തിലേക്ക് നയിക്കപ്പെട്ട് ഒരാൾ ദൈവരാജ്യത്തിൻ്റെ ആളായിത്തീരുന്നതിനെ ആയിരിക്കാം ഈ ബലപ്രയോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ദൈവരാജ്യം കൈക്കലാക്കുന്നതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായം 3-7 വചനങ്ങളിലൊക്കെ കാണുന്നുണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരാൾ വീണ്ടും ജനിക്കണം എന്ന് പറയുക. അതൊരു സമൂല മാറ്റത്തെ തന്നെയാണല്ലോ സൂചിപ്പിക്കുക. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളിൽ 13 അധ്യായം 44 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിക്കും വിലയേറിയ രത്നത്തിനും ഒക്കെ വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോഴാണ് അയാളിൽ ദൈവരാജ്യം രൂപപ്പെടുക. ധനികനായ യുവാവിനോട് യേശു പറയുന്നുണ്ട്, നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 21 വചനത്തിലാണ് ഇത് നമ്മൾ കാണുക. പലപ്പോഴും നാം ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ യേശുവിനെ അനുഗമിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ യേശുവിൻ്റെ പഠിപ്പിക്കലുകളെ ഗൗരവമായി എടുക്കുകയും അവ പാലിക്കുകയും വേണം. അവൻ നമുക്കുള്ളതെല്ലാം ആവശ്യപ്പെടുമെന്നത് ഈ ഒരു വചനത്തിൽ നിന്ന് വ്യക്തമാണ്.
നമ്മുടെ ഹൃദയം, നമ്മുടെ വിശ്വസ്തത, നമ്മുടെ അനുസരണം എല്ലാം അപകടപ്പെടുത്താനുള്ള നമ്മുടെ സന്നദ്ധത, ഇതൊക്കെ ദൈവരാജ്യം നേടിയെടുക്കാൻ ഒരു ശിഷ്യന് ആവശ്യമായ ഘടകങ്ങളാണ്. ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു എന്നത് തിന്മയുടെ ശക്തിക്കെതിരെയുള്ള ആധ്യാത്മിക ശക്തികളുടെ ഒരു പോരാട്ടമാണ്. യേശുവിൻ്റെ ദൗത്യ നിർവഹണവും ഇതുമായി ചേർന്നു പോകുന്നതാണ്. കുരിശിലെ ബലി അതിൻ്റെ പൂർത്തീകരണമാണ്. തിന്മയുടെ ശക്തി പരിസമാപ്തിയിലെത്തിയത് കുരിശു മരണത്തിലാണ്. മൂന്നാമത് നമ്മൾ കാണുക, കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ 16 അധ്യായത്തിൽ തന്നെ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ നമ്മൾ കാണുന്ന ഒരു വചനമാണിത്. 26-ാമത്തെ വചനമാണിത്. ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 19 മുതൽ 31 വരെയുള്ള വചനങ്ങളിലാണ് നമ്മൾ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ കാണുക. അവിടെ ധനവാന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് അബ്രാഹാം പറയുന്ന വാക്കുകളാണ് ഇത്. ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലെ വലിയ ഗർത്തം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെ ഏതാനും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അർത്ഥം കുറച്ചുകൂടി വ്യക്തമാകുന്നതിന് നമ്മളിവിടെ കാണാൻ പരിശ്രമിക്കുക. വളരെ മനോഹരമായി സ്വർഗ നരകങ്ങളെക്കുറിച്ച് ഈശോ പറയുന്ന ഒരു ഉപമയാണ് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ പഴയ നിയമ പശ്ചാത്തലവും യഹൂദരുടെയും പുതിയ നിയമത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടുകളും നമുക്ക് മനസ്സിലാകണം. ഈ വലിയ ഗർത്തം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക? ഇതിനെ മരിച്ചവർ വസിക്കുന്ന സ്ഥലമായി ചിലർ ചിത്രീകരിക്കാറുണ്ട്. പഴയ നിയമ കാഴ്ചപ്പാടിൽ ഭൂമിക്ക് പുറത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കാണപ്പെടുന്ന ഒരു സ്ഥലത്താണ് മരിച്ചവർ എത്തിച്ചേരുന്നത്. ജോബിൻ്റെ പുസ്തകം 6 അധ്യായം 6-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, പാതാളം ദൈവത്തിൻ്റെ മുമ്പിൽ അനാവൃതമായിരിക്കുന്നു, നരകത്തെ ഒന്നും മറച്ചിട്ടില്ല എന്ന്. ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട് എന്ന് സങ്കീർത്തനം 139:8 നമ്മൾ വായിക്കുന്നു. ഇത് അന്ധകാരത്തിൻ്റെയും വിസ്മൃതിയുടെയും ശൂന്യതയുടെയും ഒരിടമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക. സങ്കീർത്തനം 88:12 പറയുന്നു, അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ എന്ന്. ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഇല്ലാത്ത ഇടമായിട്ടാണ് ഈ ഇടത്തെ വിശുദ്ധ ഗ്രന്ഥം ചിത്രീകരിക്കുക. അങ്ങനെ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചു എന്ന് സങ്കീർത്തനം 88:6 നമ്മൾ കാണുക. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക പോലും അവിടെ അസാധ്യമാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നു. 6:5 ഇങ്ങനെ വായിക്കുന്നു, മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല, പാതാളത്തിൽ ആരങ്ങയെ സ്തുതിക്കും? പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല, മരണം അങ്ങയെ സ്തുതിക്കുകയില്ല, പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശ അർപ്പിക്കുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെയാണ് കാണുക, ഈ ദേശമാണ് കർത്താവിനാൽ ശപിക്കപ്പെട്ടവരുടെ മരണാനന്തര വാസസ്ഥലമായിട്ട് യഹൂദരെ കരുതിയിരുന്നത്. ഈ ഉപമയിൽ ധനവാനായ മനുഷ്യൻ മരണാനന്തരം എത്തിച്ചേർന്നത് ഇങ്ങനെയുള്ള കരച്ചിലിൻ്റെയും കഷ്ടതകളുടെയും ഒരു സ്ഥലത്താണ്. മരിച്ചവരുടെ സ്ഥലത്തെ സൂചിപ്പിക്കാൻ പഴയ നിയമത്തിൽ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗർത്തം, പാതാളം, അധോഭാഗം, ഗേഹന്ന, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. ലൂക്കായുടെ സുവിശേഷത്തിൽ 16 അധ്യായം 26-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്ന വലിയ ഗർത്തം എന്നതിനുപയോഗിക്കുന്ന ഗ്രീക്ക് പദം കാസ്മ മെഗ എന്ന് പറയുന്ന ഒരു വാക്കാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഒരു ഉപമയിൽ മാത്രമാണ് ഈ ഒരു വാക്ക് നമ്മൾ കാണുക. അതിനെയാണ് നമ്മൾ ഗർത്തം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക. അൺക്രോസബിൾ സെപ്പറേഷൻ, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുക, ഈ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ നമുക്ക് യഹൂദ ജനതയുടെയും പഴയ നിയമത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഈ വാക്കുകളെ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക എന്നുള്ളത് മനസ്സിലാവുക. പാതാളം എന്നതിന് ഹീബ്രു ഭാഷയിലെ ഷെയോൾ എന്ന പദമാണ് ഉപയോഗിക്കുക. അന്ധകാരത്തിൻ്റെ സ്ഥലമാണിത്. ദൈവത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ് ഇവിടെയുള്ളവര്. ആത്മാവിൻ്റെ അമർത്തതയെക്കുറിച്ചുള്ള ചിന്തകൾ യഹൂദ മതത്തെ കാര്യമായി സ്വാധീനിച്ചതോടെ
പാതാളത്തെക്കുറിച്ചുള്ള ചിന്തകളിലും അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. നിത്യ ശിക്ഷയെയോ നിത്യ സന്തോഷത്തെയോ നേരിട്ട് സൂചിപ്പിക്കുന്ന ഒരു പദമല്ല ഷെയോൾ. ഷെയോൾ എന്ന പദം പലപ്പോഴും ഒരു ശവക്കുഴി എന്നൊക്കെയുള്ളൊരു ആശയം മാത്രമേ കൈമാറുന്നുള്ളൂ. കൂടാതെ പഴയ നിയമത്തിലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ധാരണ പുതിയ നിയമത്തിലെ ധാരണകളേക്കാൾ വളരെ കുറവാണ്. പ്രതിഫലവും ശിക്ഷയും പാതാളത്തിൽ വെച്ച് ആരംഭിക്കുകയും നീതിമാന്മാർ സ്വർഗീയ അനുഗ്രഹത്തിനും ദുഷ്ടന്മാർ ശിക്ഷയ്ക്കും വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. മരിച്ചവരുടെ വിശ്രമസ്ഥലം എന്നതിന് പകരം ശിക്ഷയുടെ ഇടമായി അവർ ക്രമേണ പാതാളത്തെ മനസ്സിലാക്കി. പുതിയ നിയമ കാഴ്ചപ്പാടനുസരിച്ച് പാതാളം ഭൂമിയുടെ അടിയിലുള്ള ഒരു ഭാഗമാണ്. ഇതിന് യഹൂദരുടെ കാഴ്ചപ്പാടുകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. മരിച്ചവരെല്ലാം പാതാളത്തിലാണ് വസിക്കുന്നത്. ഇതൊരു താൽക്കാലിക വസതി മാത്രമാണ്. എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അവിടുത്തെ പരിശുദ്ധം ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 16-23 വചനത്തില് അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി, ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഈ വചനത്തെ അടിസ്ഥാനമാക്കിയാണ് സ്വർഗം നരകത്തിൽ നിന്ന് നോക്കിയാൽ കാണാം എന്ന ഒരു ആശയം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അന്തിമ ന്യായവിധി ദിവസം വരെ കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് പാതാളം എന്നാണ് വെളിപാട് പുസ്തകം 20 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുക. എന്നിരുന്നാലും യേശു കുരിശിൽ രക്ഷ പൂർത്തിയാക്കിയതിനാൽ മരിക്കുന്ന വിശ്വാസികൾക്ക് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? തൻ്റെ രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ ഭാഗമായി യേശു പാതാളം സന്ദർശിച്ചപ്പോഴും നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ കാണുന്നു. യേശു പാതാളത്തിൽ പ്രസംഗിച്ചപ്പോഴും പത്രോസിന്റെ 1 ലേഖനം 3 18-19 വചനങ്ങളിൽ കാണുന്നു. യേശു പാതാളത്തിലെ തടവുകാരെ സ്വതന്ത്രരാക്കി എന്നൊരാശയം എഫെസോസുകാർക്കുള്ള ലേഖനം 4-8-9 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആഴമേറിയ ഗർത്തം എന്നതിനെ സൂചിപ്പിക്കാൻ ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്ന പദം അബിസോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അത് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 1-2 വചനത്തിലൊക്കെ കാണുന്ന ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു എന്ന് പറയുന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് തന്നെ കരകയറ്റും. സങ്കീർത്തനങ്ങൾ 71-20 നമ്മൾ കാണുന്നു. അവിടെയും ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുക. പുതിയ നിയമത്തിൽ പിശാചുക്കളുടെ തടവറയാണ് ഈ ഗർത്തം. പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന് പിശാചുക്കൾ അവനോട് അപേക്ഷിക്കുന്നതായിട്ട് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആരിറങ്ങുമെന്ന് പറയരുത് എന്ന് റോമാലേഖനം 10-7 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അധോഭാഗം എന്നൊരു വാക്കുകൂടി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. മരിച്ചവരുടെ ഇടത്തെ അല്ലെങ്കിൽ ജീവന് ഭീഷണി നേരിടുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാനാണ് പഴയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നത്. 63 സങ്കീർത്തനം 9 വചനത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. ഗേഹന്ന എന്നൊരു പദം കൂടി നമുക്ക് കാണാൻ സാധിക്കും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 7-32 വചനത്തിലൊക്കെ കാണുക. ദുഷ്ടന്മാരെ അവരുടെ മരണശേഷം ശിക്ഷിക്കുന്ന അഗ്നികുണ്ഡമായിട്ടാണ് ഈ ഗേഹന്യയെ കരുതിയിരുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-24 വചനത്തില് ഈ സ്ഥലത്ത് യഹോവയോട് മറുതലിച്ചവരുടെ ശവശരീരങ്ങൾ കൂന കൂട്ടപ്പെടും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യഹൂദർ തീയുടെ സ്ഥലമായിട്ടാണ് ഇതിനെ കരുതിയിരുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുക. നിത്യമായി കത്തുന്ന തീയിലാണ് പാപികൾ ശിക്ഷിക്കപ്പെടുക എന്നൊരാശയം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 18-8 വചനത്തിൽ നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക, ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യ അഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് ഹീബ്രു ഭാഷയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു ഗ്രീക്ക് പദമാണ്. ഹീബ്രു ഭാഷയിൽ ഹിന്നോം താഴ്വര എന്ന ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. ജെറുസലേമിന്റെ മതിലുകൾക്ക് പുറത്ത് വിഗ്രഹാരാധനയും നരബലിയും ഒക്കെ കൊണ്ട് അശുദ്ധമാക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്തെയാണ് ഇത് സൂചിപ്പിക്കുക. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-35 ദിനവൃത്താന്തത്തിന്റെ 2 പുസ്തകം 28 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിലുമൊക്കെ ഇത് നമ്മൾ കാണുന്നുണ്ട്. ചപ്പുചവറുകളും അവശിഷ്ടങ്ങളും ഒക്കെ കത്തിച്ച ഒരു മാലിന്യ കൂമ്പാരമായിരുന്നു ഈ സ്ഥലം.
ഹിന്നോം താഴ്വരയിലെ പുകയുന്ന തീയും പുഴുക്കളും അതിനെ ശപിക്കപ്പെട്ടവരുടെ വിധിയുടെ ഇടമാക്കി ചിത്രീകരിക്കാനായിട്ട് എളുപ്പമുള്ളതാക്കി തീർക്കുന്നുണ്ട്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥലത്തെ വെളിപാട് പുസ്തകത്തിൽ തീപ്പൊയ്ക എന്നാണ് വിളിക്കുക. ധനവാന്റെയും ലാസറിൻ്റെയും നമ്മൾ കാണുന്ന 16-26 വചനത്തിൽ നമ്മൾ കാണുന്ന വലിയ ഗർത്തം എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗം പഴയ നിയമത്തിലെയും യഹൂദ ചിന്താഗതിയിലെയും ഇപ്രകാരം പാതാളത്തെയും ഗഹന്യെയും ഒക്കെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ധനവാന്റെയും ലാസറിൻ്റെയും കഥയിലൂടെ ഇവിടെ ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുക ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുക, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഈശോ പറയുന്ന ഒരു വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 18-8 വചനം. പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയുന്ന ഒരു ഉപമയിലാണ് ഇത് പറയുക. ന്യായാധിപനും വിധവയും. ആ ഉപമ നമുക്ക് പരിചിതമായിട്ടുള്ള ഒന്നാണ്. മനുഷ്യനെയും ദൈവത്തെയും ഒന്നും ഭയമില്ലാതിരുന്ന ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ഒരു വിധവയും ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അവൾ തൻ്റെ എതിരാളിക്കെതിരെ നീതി നടത്തിത്തരാൻ ഈ ന്യായാധിപനോട് ആവശ്യപ്പെട്ടു. അയാൾ അത് ചെയ്തില്ല. ആ വിധവ അയാളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അയാൾ ആ വിധവയുടെ ശല്യം സഹിക്കാനാവാതെ അവൾക്ക് നീതി നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഈശോ പറയുക, തൻ്റെ രാവും പകലും വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കും. അതിന് ദൈവം കാലതാമസം വരുത്തുകയില്ല. ഇവിടെയാണ് ഈശോ പറയുക, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? തൊട്ടടുത്ത് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള മറ്റൊരു ഉപമയാണ്. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്കായുടെ സുവിശേഷം 18-8 ഈ വചനം പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഉപമയുടെ അവസാന ഭാഗത്തിലാണ് നമ്മൾ കാണുക. ഇതിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ തൊട്ട് മുൻപിലുള്ള അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം കുറച്ചുകൂടി വ്യക്തമാവുക. മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് 17 അധ്യായത്തിൽ പറയുന്ന വചനങ്ങളുമായിട്ട് ഈ ഒരു വചനത്തിന് ബന്ധമുണ്ട്. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 17-22 വചനത്തിൽ, മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. 17-24 വചനത്തിൽ പറയുന്നു, ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണര് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്ന്. ജാഗരൂകതയും പ്രാർത്ഥനയും ഒന്നിച്ചു പോകുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തില്ല എന്ന് പറയുന്നതിനെ ഈ ഉപമയുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ അത് കൂടുതൽ സങ്കീർണമാകും. ഈ ചോദ്യം ലൂക്കായിൽ മാത്രമാണ് നമ്മൾ കാണുക. നിരാശനാകാതെ പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാനാണ് ഈശോ ഈ ഉപമ പറയുക. തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വിധവ, അവൾക്കെതിരെ ശബ്ദമുയർത്തിയ എതിരാളി. മറ്റൊരു സന്ദർഭത്തിൽ വചനം സുവിശേഷകൻ എടുത്ത് ഈ ഉപമയിൽ എഴുതി വെച്ചതാണോ എന്ന് ചില ദൈവശാസ്ത്ര പണ്ഡിതർ പറയാറുണ്ട്. എങ്കിലും ഇതിൻ്റെ അർത്ഥം നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവുക 17 അധ്യായത്തിലേക്ക് തിരികെ പോകുമ്പോഴാണ്. മനുഷ്യപുത്രൻ തന്നെ വെളിപ്പെടുത്തുന്ന ദിവസത്തെ പറ്റിയാണ് 17 അധ്യായത്തിൽ പറയുക. വിധവയുടെ പ്രതികൂല സാഹചര്യത്തിലും നഷ്ടപ്പെടാത്ത വിശ്വാസം കണക്കെ മനുഷ്യപുത്രന് വേണ്ടിയുള്ള പ്രതീക്ഷ എല്ലാവർക്കും വേണമെന്ന് ഈ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസം പ്രാർത്ഥനയിലൂടെ കാത്തു സൂക്ഷിക്കണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5 അധ്യായം 8 വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ, എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. ഒരു വിമോചകൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ തൻ്റെ ജനം എപ്പോഴും വിടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അവസാന നിമിഷം വരെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക ചിലപ്പോഴെല്ലാം പ്രയാസകരമാണ്. ഈജിപ്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ സംഭവിച്ചത്. ബാബിലോൺ വിപ്രവാസത്തിലും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത് സംഭവിച്ചു. ബാബിലോൺ വിപ്രവാസത്തിന് ശേഷം സ്വന്തം ദേശത്തേക്ക് മടങ്ങാമെന്ന് സുവാർത്ത കേട്ടപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു എന്നാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുക. ദൈവിക പ്രവർത്തനത്തിൻ്റെ ഈ രീതി നീണ്ട കാലതാമസത്തെ തുടർന്ന് പെട്ടെന്നുള്ള പ്രതിസന്ധി ക്രിസ്തു വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞു. ഇങ്ങനെ നമുക്ക് സ്വയം പൊരുത്തപ്പെടാൻ പ്രയാസമുള്ള സാഹചര്യത്തിലാണ് ഭൂമിയിൽ വിശ്വാസം കാണുമോ എന്ന് യേശു ചോദിക്കുക.
ദൈവികമായ കാലതാമസത്തെ മനുഷ്യൻ ക്ഷമയോടെ കാത്തിരിക്കണം. ഇതിന് ആഴമായ വിശ്വാസം ആവശ്യമാണ് എന്നീ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ പറയുക, എന്ത് അധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. വളരെ വ്യത്യസ്തമായി നമുക്ക് തോന്നുന്ന ഒരു വചനഭാഗമാണ്. ഈശോയുടെ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്തിലാണ് ഇത് കാണുക. പുരോഹിത പ്രമുഖരും നിയമജ്ഞരും ജനപ്രമാണികളും ഈശോയുടെ അടുത്ത് വന്ന് എന്തധികാരത്താലാണ് ഇവയെല്ലാം യേശു ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണമാണ് തൊട്ട് മുൻപിൽ നമ്മൾ കാണുക. അപ്പോൾ യേശു അവരോട് ചോദിച്ചു, യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ അതോ മനുഷ്യരിൽ നിന്നാണോ? അവർ പരസ്പരം ആലോചിച്ചു. ബുദ്ധിപൂർവ്വം അവരിങ്ങനെ വിചാരിച്ചു, സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവനെ വിശ്വസിച്ചില്ല എന്ന് യേശു ചോദിക്കും. എന്നാൽ മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരെ കല്ലെറിയും. കാരണം ജനങ്ങൾ യോഹന്നാനെ ഒരു പ്രവാചകനായിട്ടാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അവർ മറുപടി പറഞ്ഞു, എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഈശോ ഉത്തരമായി പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഇതാണ് ഈ വചനഭാഗം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 45 മുതൽ യേശു തൻ്റെ ലക്ഷ്യമായ ജെറുസലേമിൽ എത്തിച്ചേർന്ന് അവിടെ ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. ജെറുസലേം യാത്രയിലുടനീളം യേശുവിനെ എതിർക്കുന്ന ഫരിസേയരെയും മറ്റ് ജനപ്രമാണികളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ദേവാലയത്തിൽ എത്തിയ യേശുവിനെ ചോദ്യങ്ങളിൽ കുടുക്കാൻ പരിശ്രമിക്കുന്ന എതിരാളികളെയാണ് നമ്മൾ കാണുക. യേശു തൻ്റെ അധികാരത്തെക്കുറിച്ച് ഉപമകളിലൂടെയും പഠിപ്പിക്കലിലൂടെയും ജനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. യേശുവിൻ്റെ പ്രവൃത്തികൾ എതിരാളികളെ അസന്തുഷ്ടരാക്കുന്നു. ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം, പഠിപ്പിക്കൽ, ദേവാലയ ശുദ്ധീകരണം, ഇതെല്ലാം എതിരാളികളിൽ അസന്തുഷ്ടി വർദ്ധിപ്പിച്ച കാര്യങ്ങളാണ്. എതിരാളികളുടെ ഉത്തരത്തിലുള്ള വിശ്വാസ്യതക്കുറവ് യേശുവിനെ ഉത്തരം പറയാതിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. സത്യം അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ല അവർ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുക. ദേവാലയത്തിലെ കച്ചവടത്തെ യേശു എതിർത്തപ്പോൾ അതിനുള്ള അധികാരം യേശുവിന് എവിടെ നിന്നാണ് എന്നാണ് പുരോഹിതർ അർത്ഥമാക്കിയത്. എന്തുകൊണ്ടായിരിക്കാം സ്നാപക യോഹന്നാനുമായി ബന്ധപ്പെടുത്തി യേശു മറു ചോദ്യം ചോദിച്ചത്? നമ്മൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ കാണുന്നു, ഇനിമേൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിൽ ഒരു കച്ചവടക്കാരനും ഉണ്ടാകില്ല എന്ന് പ്രവാചകൻ പറയുന്നു. ഇതിൻ്റെ പൂർത്തീകരണം എന്നോണം എൻ്റെ ഭവനം എല്ലാ ജനതകളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രഖ്യാപിച്ച് യേശു തൻ്റെ പ്രവാചക ദൗത്യം നിർവഹിക്കുകയാണ്. ഈ ചോദ്യത്തിൽ കേൾവിക്കാരായ നിയമജ്ഞർ, ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖർ എന്നിവർ യേശു പറയുന്ന ഉത്തരം എന്തുതന്നെ ആയാലും അവിശ്വസിക്കുമെന്ന് യേശുവിന് ഉറപ്പുണ്ട്. കാരണം യോഹന്നാന്റെ അധികാരത്തെപ്പറ്റി അവർ വിശ്വസിച്ചിരുന്നു. യേശു യോഹന്നാനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. യോഹന്നാനിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് യേശുവിൽ കാണപ്പെട്ട ദൈവീക അധികാരവും അറിയാൻ കഴിയുമായിരുന്നു. മരണത്തിന് മുമ്പായി നടത്തിയ വിചാരണ വേളയിലും നീ മിശിഹായാണോ എന്ന ചോദ്യത്തിന് യേശു ഉത്തരം നൽകുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. കാരണം സമയത്തിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് തൻ്റെ തനിമ വെളിപ്പെടുത്താൻ ഈശോ ഇഷ്ടപ്പെട്ടില്ല. പുനരുത്ഥാനത്തിൻ്റെ വെളിച്ചത്തിലും വിശ്വാസത്തിൻ്റെ കണ്ണുകളിലും മാത്രമാണ് യേശുവിൻ്റെ അധികാരം ഒരാൾക്ക് വ്യക്തമാവുക. യേശുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരം മനസ്സിലാക്കാൻ വിശ്വാസത്തിലൂടെ അല്ലാതെ ആർക്കും സാധ്യമല്ല. സത്യം അറിയുന്നതിനേക്കാൾ യേശുവിനെ കൊടുക്കാനുള്ള ആഗ്രഹം അവരിൽ നമുക്ക് വ്യക്തമാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വചനത്തിൽ നീ എന്നോടുകൂടി പറുദീസായിലായിരിക്കും എന്ന് യേശു പറയുന്ന വചനം നമ്മൾ കാണുന്നുണ്ട്. യേശുവിനോടുകൂടി 2 കള്ളന്മാരെ കുരിശിൽ തറച്ചിരുന്നു. വലതുവശത്തുള്ള കള്ളൻ, കർത്താവെ, നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചു. യേശു നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടവർ അവനെ പരിഹസിച്ചു എന്നാണ് വായിക്കുക. എന്താണ് എന്നോടുകൂടി നീ ഇന്ന് പറുദീസായിലായിരിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം? പറുദീസ എന്നതൊരു പേർഷ്യൻ പദമാണ്. വേലി കെട്ടി തിരിക്കപ്പെട്ട പൂന്തോട്ടം അല്ലെങ്കിൽ വിഭവ സമൃദ്ധമായ ഭൂമി എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഗ്രീക്കുകാർ പേർഷ്യക്കാരുടെ ഈ പറുദീസ എന്ന വാക്ക് കടമെടുത്തതാണ്. യഹൂദർ പറുദീസ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ഏദൻ തോട്ടത്തെ സൂചിപ്പിക്കുന്നതിനായി കാണുന്നുണ്ട്.
ഇത് ദൈവരാജ്യമാണ്, ഇത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ 53 അധ്യായം 1-ാമത്തെ വചനത്തിൽ സിയോന്റെ ഭാവി മഹത്വം ദൈവത്തിൻ്റെ തോട്ടം പോലെ ആയിരിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നാണ് നല്ല കള്ളന്റെ അപേക്ഷ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ രാജ്യം എന്നത് അനശ്വരമായ സ്വർഗ രാജ്യമാണ്. മരിച്ച ക്രിസ്തുവിനോടൊത്ത് ആയിരിക്കുന്നതാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പൗലോസ്ലിഹ തെസ്സലോനിക്കക്കാർക്കുള്ള 1-ാം ലേഖനം 4-ാം അധ്യായം 17-ാം വചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും. ഇന്ന് എന്നതുകൊണ്ട് രക്ഷയുടെ സമയത്തെയാണ് സൂചിപ്പിക്കുക. യേശുവിൻ്റെ ആഗമനത്തോടെ സമയങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനുള്ള സമയമാണ് നമുക്ക് ആഗതമായിരിക്കുക. ആത്മാവോടുകൂടെ ചെന്ന് യേശു മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് അവളോട് പറയുന്നു, നീ എന്നെ തടയരുത്, എന്തെന്നാൽ ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുത്തേക്ക് കയറിയിട്ടില്ല. അതായത് മനുഷ്യാവതാരത്തിൻ്റെ ശരീരത്തോടുകൂടി ഈശോ പിതാവിൻ്റെ അടുത്തേക്ക് കയറിയിട്ടില്ല എന്നാണ് ഇതിനർത്ഥം. ദൈവം സമയാതീതനാണ്. അവിടത്തേക്ക് ഏത് കാലഘട്ടത്തിലെയും സംഭവങ്ങൾ ഒരുപോലെ തന്നെയാണ്. അതിനാൽ മരണത്തോടുകൂടി തന്നെ യേശു സമയാതീതമായ പറുദീസായിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. വിശുദ്ധ അഗസ്റ്റിൻ പറയുക, ആദം വഴി അടഞ്ഞ പറുദീസ യേശുവിൻ്റെ പീഡാസഹനത്തോടെ തുറക്കപ്പെട്ടു. യേശുവിൻ്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്നുള്ള രക്തത്താലും ജലത്താലും മാമോദീസ സ്വീകരിച്ച് നല്ല കള്ളൻ വീണ്ടും ജനിച്ചു എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധ ക്രിസോസ്റ്റോം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പ്രവൃത്തിയും കൂടാതെ വിശ്വാസം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു മനുഷ്യനെ ഞാൻ കാണിക്കാം. എന്തെന്നാൽ വിശ്വാസമില്ലാതെ ഒരുവനും ജീവനില്ല. യേശുവിൻ്റെ ബലിയുടെ ഫലം പാപികളുടെ നീതീകരണമാണ് എന്നത് നമുക്ക് വ്യക്തമാണ്. നീതിമാന്മാർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഇടമാണ് യഹൂദ സാഹിത്യത്തിലൊക്കെ പറുദീസ. അതിൻ്റെ അർത്ഥം യേശുവിനോട് കൂടി ആയിരിക്കുക എന്ന് തന്നെയാണ്. അതൊരു അനുഗ്രഹമാണ്. ദൈവം ആദത്തെയും ഹവ്വായെയും വസിപ്പിച്ച ഏദൻ തോട്ടമാണ് പറുദീസ. അവർ പാപം ചെയ്ത് പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതോടെ പറുദീസ അടയ്ക്കപ്പെട്ടു. പുതിയ ആദമായ യേശു പറുദീസ വീണ്ടും തുറന്നു. ലൂക്കായിൽ ദൈവീക വാഗ്ദാനം പൂർത്തിയാക്കപ്പെടുക ഭാവിയിലല്ല, ഇവിടെ തന്നെയാണ്. മനുഷ്യവംശം എവിടെ നിന്ന് നിലംപതിച്ചുവോ ആ പറുദീസായിലേക്ക് തന്നെയാണ് യേശു മനുഷ്യനെ ആനയിക്കുന്നത്. പറുദീസ ദൈവവുമായുള്ള കൂട്ടായ്മയുടെ ഇടമാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് ലഭിക്കും എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് വ്യക്തമാവുക.